മലേഷ്യയിലെ രണ്ടാം ദിവസം. ഈ ദിവസം ഞങ്ങൾ കവർ ചെയ്തത് തിൻഹു ടെമ്പിൾ, പെറ്റലിംഗ് സ്ട്രീറ്റ് അല്ലെങ്കിൽ ചൈന ടൗൺ, ഫ്രീഡം സ്ക്വയർ, മെർദേക്ക ടവർ, സ്ഥാന നഗര, KL ടവർ, ബുക്കിറ്റ് ബിന്താങ് ഫുഡ് സ്ട്രീറ്റ്. ഈ സ്ഥലങ്ങളിലെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഗ്രാബ് ടാക്സിക്ക് ബുക്ക് ചെയ്ത് നേരെ തിൻഹു ടെമ്പിളിലേക്ക് പോകാൻ നിൽക്കുകയാണ്, വെയിറ്റിംഗിലാണ്. ഗ്രാബ് ടാക്സി അവിടെ നമുക്ക് എന്താണെന്നുള്ളതും അവിടെ കറങ്ങാനോ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് പറയുന്നതാണ്. അങ്ങനെ ഞങ്ങൾ തിൻഹു ടെമ്പിളിലേക്ക് എത്തി. ഇവിടെ എൻട്രിക്ക് ഫ്രീ ആണ്, ടെമ്പിൾ ആയതുകൊണ്ട് തന്നെ. അതുപോലെ ഇതിനുള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കണമൊക്കെ ചെയ്യാം. നമ്മള് ഷൂ കാര്യങ്ങളൊക്കെ ഒന്ന് ഊരിയാൽ മതി, വേറെ കണ്ടീഷൻസ് കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ നമുക്കൊരു മാക്സിമം ഒരു അരമണിക്കൂറൊക്കെ ചെലവഴിക്കാം. അങ്ങനെ അത് ടെമ്പിൾ കവർ ചെയ്ത് ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോയി. പെറ്റലിംഗ് സ്ട്രീറ്റ് അല്ലെങ്കിൽ ചൈന ടൗൺ. ഇതൊരു മാർക്കറ്റാണ്. ഇവിടെ രാത്രിക്കാണ് തോന്നുന്നത്. ഇവിടെ വലിയ ക്രൗഡ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഏതായാലും ഒരു തവണ ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട പ്രൈസ് ആണ്. അങ്ങനെ വലിയ റേറ്റ് കുറവൊന്നുമില്ല. നമ്മൾ ബാർഗൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റേറ്റ് കുറയും എന്ന് തോന്നുന്നു. ഇവിടെ മൊത്തത്തിൽ ഒന്ന് റൗണ്ട് അടിച്ച് ഞങ്ങള് ലഞ്ചൊക്കെ ഇവിടെ തന്നെ കഴിച്ച് ഞങ്ങൾ നേരെ അടുത്ത സ്പോട്ടിലേക്ക് പോയി, ഫ്രീഡം സ്ക്വയർ. ഇവിടെയാണ് അവരുടെ മലേഷ്യയുടെ ഇൻഡിപെൻഡൻസ് ഡേ പരിപാടികള്, പരേഡുകള് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഉണ്ടാവുക. മലേഷ്യക്കാർക്ക് 1957 ഓഗസ്റ്റ് മാസം തന്നെയാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പോലെ തന്നെ ഓഗസ്റ്റ് മാസം തന്നെ അവർക്കും കിട്ടിയത്. ഇവിടെ ഞങ്ങൾ മുക്കാൽ മണിക്കൂർ ചെലവഴിച്ച ഒരു വീഡിയോ ഫോട്ടോസ് എടുക്കാനുള്ള ഒരു ടൈം, പിന്നെ ജസ്റ്റ് ഒന്ന് മൊത്തത്തിലൊന്ന് കാണാനുള്ള ടൈം എടുത്തിട്ടുള്ളൂ. ടൈം ഉള്ളൂ ഇവിടെ കാണാനുള്ളൂ. അങ്ങനെ നേരെ അടുത്ത സ്പോട്ടിലേക്ക് പോയി. സ്ഥാന നഗര അല്ലെങ്കിൽ കിങ്സ് പാലസ്. ഇവിടെയാണ് രാജാവ് സ്റ്റേ ചെയ്യുന്നത്. ഈ കാണുന്ന ഗേറ്റ് വരെ പോകാൻ കഴിയുള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് ട്രാവൽസിനൊന്നും അലൗഡ് അല്ല. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പോയി, മെർദേക്ക ടവർ. ലോകത്തിലെ ബുർജ് ഖലീഫ കഴിഞ്ഞാല് രണ്ടാമത്തെ വലിയ ടവറാണ് ഈ ഒരു ടവർ. ഇത് ഉള്ളിലേക്ക് പ്രവേശനം ഓപ്പൺ ഒന്നും ആയിട്ടില്ല, പണികൾ നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. ഒരു വർഷമൊക്കെ കഴിഞ്ഞാല് പ്രവേശനം ഉണ്ടെന്നൊക്കെയാണ് അവിടെ പറഞ്ഞത്. ഇവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ KL ടവറിലേക്ക് പോയി. KL ടവറിൽ കയറിയാൽ നമ്മള് കോലാലംപൂർ സിറ്റി 360 ഡിഗ്രിയിൽ ഫുൾ ആയിട്ട് കാണാൻ കഴിയും. അതില് 3 ഡെക്കുകളാണുള്ളത്. ഒബ്സർവേഷൻ ഡെക്ക്, സ്കൈ ഡെക്ക്, സ്കൈ ബോക്സ് ആണ് 3 ഇതാണ് വരുന്നത്. അതില് ഒബ്സർവേഷൻ ഡെക്കിലാണ് നമുക്ക് ഫുള്ളായിട്ട് കാണാൻ കഴിയുക 360 ഡിഗ്രിയിൽ. മറ്റേ സ്കൈ ഡെക്കിലും കാണാൻ കഴിയും, പക്ഷെ റേറ്റുകൾ കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ട്. ഒബ്സർവേഷൻ ഡെക്ക് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം പെർ ഹെഡ് ഇന്ത്യൻ മണി 370 ആ റേഞ്ചൊക്കെയാണ് വരിക. ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒബ്സർവേഷൻ ഡെക്കിലാണ് ഇപ്പൊ കാണുന്നത്. അതിൽ നിങ്ങളെ ഗ്ലാസ് ഒക്കെ ഇട്ടായിരിക്കും ഇങ്ങനെ പോലെ പില്ലറ് കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. നമ്മള് സ്കൈ ഡെക്കിൽ കയറി ഫുള്ള് ഓപ്പൺ ആയിരിക്കും, ഫുള്ള് ഓപ്പൺ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത് നമ്മളൊരു അതിന്റെ തൊട്ട് താഴെ, സ്കൈ ഡെക്കിന് തൊട്ട് താഴെയാണ് ഈ ഒബ്സർവേഷൻ ഡെക്ക് വരുന്നത്. അതേപോലെ ലോകത്തിലെ 7th ടാളസ്റ്റ് ടവറും കൂടിയാണ് KL ടവർ. ഈ ഒരു വ്യൂ ആണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുക. സ്കൈ ഡെക്കിൽ ഇതിലേറെ ഒന്നുകൂടിയും ഓപ്പൺ ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. ഞങ്ങൾ ഈ ഒരു ദിവസം പോയിട്ടില്ല, വേറെ ദിവസം ഞങ്ങൾ പോയി. ഞങ്ങൾ അവിടെ എത്താൻ കുറച്ച് വൈകി, ഏകദേശം 7 PM ടൈമൊക്കെ ആയിരുന്നു. ഞങ്ങൾ സ്കൈ ഡെക്സും സ്കൈ ബോക്സും വേറെ ദിവസത്തേക്ക് പ്ലാൻ ചെയ്തിട്ട് നേരെ ഞങ്ങൾ ബുക്കിറ്റ് ബിന്താങ് ഫുഡ് സ്ട്രീറ്റിലേക്ക് പോയി. സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു, റോഡുകൾ നല്ല ബ്ലോക്ക് ആയിരുന്നു. ഞങ്ങൾ ഇവിടെ എത്താൻ കുറച്ച് വൈകി, നല്ല ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. ഇതാണ് ഫുഡ് സ്ട്രീറ്റ്. നമ്മള് കോലാലംപൂർ മലേഷ്യയിലെ ഏറ്റവും വലിയ ഒരു ഫേമസ് ആയ ഫുഡ് സ്ട്രീറ്റ് തന്നെയാണ് ബുക്കിറ്റ് ബിന്താങ് ഫുഡ് സ്ട്രീറ്റ്. ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങള് സ്റ്റേ ചെയ്തിരുന്നത്. ഹോട്ടൽ ബുക്കിംഗ് ഒക്കെ വന്നിട്ട് തൊട്ടടുത്ത് തന്നെ ആയിരുന്നു. നടക്കാല്ല 100 മീറ്റർ 150 മീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. റൂമിന് ഞങ്ങൾക്ക് ഏകദേശം 650 ആ റേഞ്ചാണ് വന്നത് പെർ ഹെഡ് ഒരു നൈറ്റിന്.
നല്ല AC റൂം തന്നെയാണ്, നല്ല കുഴപ്പമില്ലാത്ത റൂം തന്നെയാണ്. ഇവിടെ നമുക്ക് പലതരം ഫുഡും കിട്ടും. മെയിനായിട്ട് ഇവിടെ ചൈനീസ് ഭക്ഷണം തന്നെയാണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഓരോരോ ഇത് എടുക്കുമ്പോഴും ഫുഡ് എടുക്കുമ്പോഴും നമ്മുടെ കൂടുതൽ പേരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഐറ്റം എടുക്കുക, എന്നിട്ട് എല്ലാവരും പാടെ ഷെയർ ചെയ്തിട്ട് കഴിക്കാർക്ക് ഏറ്റവും ബെറ്റർ. ഞങ്ങളിപ്പോൾ ഈ കാണുന്നത് ഇതാണ് നീരാളിയാണ്, ഒക്ടോപ്പസ് ആണ്. ഞങ്ങളങ്ങനെ 20 റിങ്കറ്റാണ് ഇതിന് വന്നത് ഒരു കപ്പിന്. ഞങ്ങൾ 3 പേരുണ്ടായതുകൊണ്ട് ഞങ്ങൾ എല്ലാം പാടെ ഷെയർ ചെയ്ത് എടുത്തിട്ട് ഒരു തവണ കഴിക്കാൻ കഴിയുള്ളൂ. ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി നമ്മൾ എല്ലാ ഫുഡും ഒന്ന് ടേസ്റ്റ് ചെയ്യണമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ എടുത്തു തന്നെ ഉള്ളൂ. അങ്ങനെ ഫുൾ സ്ട്രീറ്റൊക്കെ ഞങ്ങൾ നടന്ന് കണ്ട് നേരെ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ ബുക്കിംഗ് ടൗണിൽ പോയി. ഞങ്ങളെല്ലാം ഷവർമ ഉണ്ടാവും, ബീഫ് ഷവർമ, ചിക്കൻ ഷവർമ കിട്ടും. ഇത് സിറിയ രാജ്യക്കാരതാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് നല്ല ഷവർമയാണ്. അന്ന് ഡിന്നർ ഞങ്ങൾ ഈ ഷവർമയാണ് കഴിച്ചത്. ഏകദേശം ഇന്ത്യൻ മണി 300-350 രൂപ റേഞ്ച് വരുന്നുണ്ട്. പക്ഷെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഷവർമന്റെ പോലെ ഒന്നല്ല, ടേസ്റ്റും ക്വാണ്ടിറ്റി ഒക്കെ മാറ്റുന്നുണ്ട്. അതേപോലെ നമ്മൾ വീഡിയോയിൽ ഫസ്റ്റ് പറഞ്ഞു നമ്മളവിടെ ടാക്സി, നമ്മളവിടെ ട്രാവലിംഗ് എങ്ങനെയാണ് ഏറ്റവും ബെറ്റർ ഏതാണ്, അതേപോലെ നമ്മൾ എൻട്രി ടിക്കറ്റ്സ് കാര്യങ്ങൾ, ബുക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്ലോക്ക് എന്നുള്ള ആപ്ലിക്കേഷന് ഉപയോഗിച്ചാൽ മതി. ഇതാവുമ്പോൾ നമുക്ക് 10% ഡിസ്കൗണ്ട് ഉണ്ടാവും. ഫസ്റ്റ് ബുക്കിങ്ങിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ഓരോ അക്കൗണ്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്താലും മതി. ഞങ്ങൾ അങ്ങനെ ചെയ്തതായിരുന്നു. നമ്മൾ ചെയ്താലും നമുക്ക് 10% ഡിസ്കൗണ്ട് ഉണ്ടാവും. അതുപോലെ കോലാലംപൂര്, ടിൻ ടവർ, പിന്നെ കേൾ സിറ്റി, അക്വേറിയം, ജെന്റി ഹൈലാൻഡ്, അങ്ങനെ ഓരോരോ സംഭവത്തിനും ടിക്കറ്റുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇതിൽ വെയിറ്റിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10% നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ടാവും. പിന്നെ അവിടെ പോയിട്ട് കൗണ്ടറിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റേറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. ഞങ്ങൾ ബേർഡ് പാർക്ക് പോയപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു. ഞങ്ങൾ ബേർഡ് പാർക്കിൽ മാത്രമേ ഞങ്ങൾ കൗണ്ടർ ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ. അവിടെ നല്ല എമൗണ്ട് വന്നിട്ടുണ്ട്, ഏകദേശം ഇന്ത്യൻ മണി 2000 അടുത്ത് വന്നിട്ടുണ്ട് പെർ ഹെഡ്. എല്ലാവരും ഇതിൽ ചെയ്താൽ മതി, ക്ലോക്ക് എന്നുള്ള ആപ്ലിക്കേഷനിൽ ചെയ്താൽ മതി. അതേപോലെ അവിടെ നമുക്ക് ട്രാവലിങ്ങിന് ഏറ്റവും ബെറ്റർ ഗ്രാബ് ടാക്സി പറഞ്ഞ ഇതുണ്ട്. ഇത് നമുക്ക് ആപ്ലിക്കേഷൻ ഉണ്ട്, ഡൗൺലോഡ് ചെയ്താൽ മതി. മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിന്റെ ലോഗോ കാര്യങ്ങളൊക്കെ ഇതാണ്. ഈ ഗ്രീൻ കളർ ആയിരിക്കും അതിന്റെ ലോഗോ കളർ വരിക. ഇത് ഉപയോഗിക്കാം നമുക്ക്. അല്ലെങ്കിൽ ഇൻഡ്രൈവ് എന്നൊരു ആപ്ലിക്കേഷനും ഉണ്ട്, ഇതും ഉപയോഗിക്കാം. ഇൻഡ്രൈവ് എന്നുള്ള നമ്മളൊരു ബാർഗെയിൻ ബേസ്ഡ് ആപ്ലിക്കേഷനാണ്. ഒരു ലൊക്കേഷൻ കൊടുത്താൽ ആ ലൊക്കേഷനിൽ നമുക്ക് ഒരുപാട് ഡ്രൈവേഴ്സ് നമുക്ക് ഇങ്ങോട്ട് റിക്വസ്റ്റ് വരും. പലരും പല പേയ്മെന്റിലായിരിക്കും വരിക. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള പേയ്മെന്റ്, കുറഞ്ഞ പേയ്മെന്റ് നോക്കിയിട്ട് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെ ഒരു ഓപ്ഷൻ ഈ ഇൻഡ്രൈവിൽ മാത്രമേ ഉള്ളൂ. ഗ്രാബ് ടാക്സി എന്നുള്ള നമ്മുടെ നാട്ടിലെ യൂബർ ടാക്സി പോലെ തന്നെ അതേ ഒരു ഇന്റർഫേസ് കാര്യങ്ങൾ തന്നെ വരുന്നത്, പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു കൂടുതലായിട്ട് ഗ്രാബാണ് അവിടെ വരുന്നത്. ഇൻഡ്രൈവ് ചില സ്ഥലങ്ങളിലേ ഉള്ളൂ. ഞങ്ങളും രണ്ടും യൂസ് ചെയ്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇൻഡ്രൈവ് അവൈലബിൾ അല്ല. അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾ ഗ്രാബ് ഉപയോഗിക്കും. 2 അല്ലെങ്കിൽ 3 4 പേരൊക്കെ ഉണ്ടെങ്കിൽ ഗ്രാബ് ടാക്സി, അതിന്റെ മുകളിൽ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഗ്രാബ് ടാക്സി ഉപയോഗിക്കാർക്ക് നന്നാവുക. അല്ലെങ്കിൽ ബൈക്ക് കാര്യങ്ങൾ റെന്റിനൊക്കെ കിട്ടുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. ഞങ്ങളിങ്ങനെ ഈ ഒരു മാർഗമാണ് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഉപയോഗിച്ചാൽ മതി ഗ്രാബ് ടാക്സി കാര്യങ്ങൾ. അതേപോലെ നമ്മുടെ ടിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ ബുക്കിങ്ങിന് ക്ലോക്ക് എന്നുള്ള ആപ്ലിക്കേഷൻ ചെയ്താൽ മതി.